സഭൈക്യവാരത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതാ കേന്ദ്രത്തിൽ സഭൈക്യ സമ്മേളനം നടന്നു. ജെ.ബി. കോശി കമ്മീഷന്റെ സമ്പൂർണ്ണ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണമെന്നും സഭകളുമായി ആലോചിച്ച് ഈ ബജറ്റിൽ തന്നെ പദ്ധതികൾ ഉൾക്കൊള്ളിക്കത്തക്ക തരത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം പാസാക്കിയ പ്രമേയം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തേഡോഷ്യസ് മാർത്തോമ വലിയ മെത്രാപ്പോലിത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സമൂഹത്തിൻ്റെ വളർച്ചയിലും ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഉയർച്ചയിലും നിർണായകമായ പങ്കും സ്വാധീനവും സംഭാവനയും നൽകിയിട്ടുള്ള കേരള ക്രൈസ്തവരുടെ അംഗസംഖ്യയിൽ കുറവ് വന്നിരിക്കുന്നുവെന്നും ഈ കുറവ് അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് കാരണമാകരുതെന്നും ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ തുടർ നടപടികൾ വൈകുന്നത് നീതി നിഷേധമാണെന്നും അദ്ദേഹം പറഞ്ഞു. സമുദായത്തിൻ്റെ നിലനിൽപ്പിന് അപകടമുണ്ടാകുന്ന സാഹചര്യങ്ങളിലും ധാർമ്മികമായ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോഴും അവയെ ചെറുത്തു തോൽപ്പിക്കാൻ സഭകൾ ഒന്നുചേർന്ന് അണിനിരക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു. സിറോ മലബാർ, സിറോ മലങ്കര, ലത്തീൻ, ഓർത്തഡോക്സ്, യാക്കോബായ, മാർത്തോമ, CSI, ജ്ഞാനായ സഭകളിൽ നിന്ന് മെത്രാന്മാർ, വൈദികർ, അൽമായർ എന്നിവരടങ്ങിയ പ്രതിനിധികൾ സമ്മേളനത്തിൽ സംബന്ധിച്ചു.